മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവമഹത്വം മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ കുടികൊള്ളുന്നു. ലിയോൺസിലെ വിശുദ്ധ ഐറേനിയോസ്. യേശുമിശിഹായുടെ ജീവിതത്തെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ പകർത്തുന്ന പുണ്യചരിതരാണ് വിശുദ്ധ ആത്മാക്കൾ. ദൈവസ്നേഹമാകുന്ന തീച്ചുളയിലേക്ക് സ്വയം എടുത്തു ചാടി ദൈവത്തെ പ്രതി ലോകത്തെ സ്നേഹിച്ച ധന്യജന്മങ്ങൾ. നിരന്തരമായ പ്രാർത്ഥനയും അപ്പസ്തോലിക ധൈര്യവും ആത്മസംയമനവും ക്ഷമയും ശാന്തതയും പുലർത്തി സ്ഥിരോത്സാഹത്തോടെ ദൈവിക വഴികളിലൂടെ നടന്നു നീങ്ങിയ പുണ്യാത്മാക്കൾ നമുക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. വിശുദ്ധരുടെ ജീവചരിത്രം അനുദിനം പാരായണം ചെയ്യുന്നതും അനുകരിക്കുന്നതും തികച്ചും അഭിലഷണീയവും ആനന്ദപ്രദവുമാണ്. ഈ ആഴ്ചയിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്നത് വിശുദ്ധ ബെർണാഡ്, ഹനനിയ, അസറിയ, മിശായേൽ എന്നിവരെയാണ്. കത്തോലിക്ക സഭയുടെ അഭിമാന സ്തംഭമായി 12-ാം നൂറ്റാണ്ടിൽ പ്രശോഭിച്ചിരുന്ന വിശുദ്ധ ബെർണാഡ് ഡീജോണിനടുത്തുള്ള ബർഗൻഡി എന്ന സ്ഥലത്ത് 1901 ജനിച്ചു. പ്രഭു കുടുംബത്തിൽ ജനിച്ച ബെർണാഡ് ചെറുപ്പം മുതലേ ഭക്തകാര്യങ്ങളിൽ തൽപരനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബെർണാഡ് ഏകാന്തതയെ ഇഷ്ടപ്പെട്ടിരുന്നു. ധ്യാനപരവും ഭക്തിനിരതവും വിനയാനിതവുമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ക്രിസ്തുവിനെ അനുകരിച്ച് ദരിദ്രമായ ഒരു ജീവിതം നയിക്കുന്നതിന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന പണമെല്ലാം ദരിദ്രർക്ക് കൊടുക്കുവാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ബെർണാഡ്. അതിഗഹനങ്ങളായ വിഷയങ്ങളെ പോലും നിഷ്പ്രയാസം ഗ്രഹിക്കുകയും ഹൃദിസ്ഥമാക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിരുന്ന ബെർണാഡ് തൻ്റെ 23-ാമത്തെ വയസ്സിൽ സൈറ്റോ ആശ്രമത്തിൽ പ്രവേശിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിനെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ അവസാനം അദ്ദേഹത്തെ അനുകരിച്ച് സഹോദരങ്ങളും സന്യാസാശ്രമത്തിൽ പ്രവേശിച്ചു. ആശ്രമ ജീവിതം അദ്ദേഹത്തെ ആധ്യാത്മിക അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. ഇതിൽ സംതൃപ്തരായ അധികാരികൾ 3 വർഷങ്ങൾക്ക് ശേഷം ക്ലെയർവോയിൽ ഒരാശ്രമം സ്ഥാപിക്കുന്നതിനായി ബെർണാഡിനെ അങ്ങോട്ടേക്ക് അയച്ചു. ആ ആശ്രമത്തിൻ്റെ ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധൻ 37 വർഷത്തോളം ആ ജോലിയിൽ തുടർന്നു. ഈ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലായി ഏകദേശം 136ഓളം ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇവിടെയെല്ലാം ബെനഡിക്റ്റിൻ്റെ കർക്കശമായ നിയമസംഹിത അദ്ദേഹം നടപ്പിലാക്കി. അതിനാലാണ് വിശുദ്ധ ബെനഡിക്റ്റൻ സഭയുടെ ദ്വിതീയ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. വിവിധ ജോലികളെ സദാ വ്യാപൃതനായിരുന്ന അദ്ദേഹം തനിക്കായി അനുവദിച്ചിരുന്ന ദുർലഭമായ വിശ്രമ അവസരങ്ങളിൽ പോലും കിടക്കയ്ക്കായി ഒരു പലകയും തലയണയുടെ സ്ഥാനത്ത് ഒരു മരകഷ്ണവും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. സന്യാസ സഭയുടെ നിയമങ്ങൾ ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ കർക്കശമായ ദാരിദ്ര്യവ്രതം അദ്ദേഹം പാലിച്ചു പോന്നിരുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വാഭാവിക ശക്തി പോലും ക്ഷയിച്ചു പോകത്തക്ക വിധം അത്ര ഉഗ്രമായ തപക്രിയകളാണ് അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നത്. വിശുദ്ധ ബെർണാഡിൻ്റെ ജീവിത വിശുദ്ധി അനേകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. പ്രഭുക്കന്മാർ, വാഗ്മികൾ, തത്വശാസ്ത്രജ്ഞന്മാർ എന്നിങ്ങനെ വിവിധ ജീവിതാന്തസ്സിൽപ്പെട്ട പലരും സന്യാസ ജീവിതം അഭിലഷിച്ചു വരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭവനത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരം പുറത്ത് ഉപേക്ഷിച്ചിട്ട് പോരണം. ആത്മാക്കൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ എന്നാണ് സന്യാസാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞിരുന്നത്. അസാധാരണമായ ദൈവമാതൃഭക്തിയുടെ ഉടമയായിരുന്നു വിശുദ്ധ ബെർണാഡ്. ജപമാലയിലെ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയും എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും എഴുതിയത് വിശുദ്ധ ബെർണാഡാണ്. എവുജീനിയസ് തൃതീയൻ പാപ്പ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം 2ാമത്തെ കുരിശ് യുദ്ധത്തിൽ പ്രസംഗിക്കുകയും 2 സൈന്യം തയ്യാറാക്കി പലസ്തീനയിലേക്ക് അയക്കുകയും ചെയ്തു. മധുവർഷകനായ വേദപാരംഗതൻ എന്ന അപരനാമത്തിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. മാർപ്പാപ്പയുടെ ഉപദേഷ്ടാവ്, ദൈവമാതൃഭക്തൻ, വാഗ്മി, 2ാം കുരിശുയുദ്ധം സജ്ജമാക്കിയവൻ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം പ്രശോഭിച്ചിരുന്ന ബെർണാഡ് 1153 ഓഗസ്റ്റ് 20-ാം തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഓഗസ്റ്റ് 22 ഹനനിയ, അസറിയ, മിശായേൽ.
യൂദാ രാജാവായ യെഹോയാക്കീമിൻ്റെ 3-ാം ഭരണവർഷം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു. കർത്താവ് യൂദാ രാജാവായ യെഹോയാക്കീമിനെ അവന് ഏൽപ്പിച്ചു കൊടുത്തു. രാജവംശത്തിലും പ്രഭുകുടുംബത്തിലും ജനിച്ച ചെറുപ്പക്കാരെ പ്രത്യേകം പരിശീലിപ്പിച്ച് കൊട്ടാരത്തിൽ ജോലിക്കായി നിയമിക്കുകയും ചെയ്തു. ഇപ്രകാരം നിയമിക്കപ്പെട്ടവരാണ് യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹനനിയ, അസറിയ, മിശായേൽ എന്നിവർ. ഒരിക്കൽ നബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ താൻ പണി കഴിപ്പിച്ച ഈ പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് അനേകം പ്രധാനികളെ വിളിച്ചു വരുത്തി. സകല ജനത്തോടും അവൻ കൽപ്പിച്ചു, കാഹളങ്ങളുടെയും കിന്നരങ്ങളുടെയും മറ്റ് സംഗീതോപകരണങ്ങളുടെയും ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ സ്വർണ്ണ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കണം. ആരെങ്കിലും കുമ്പിട്ട് ആരാധിക്കാതിരുന്നാൽ അവനെ ഉടനെ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. അതുകൊണ്ട് വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ എല്ലാ ജനങ്ങളും രാജ്യക്കാരും രാജാവ് സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. എന്നാൽ ഹനനിയ, അസറിയ, മിശായേൽ എന്നിവർ ഈ കൽപ്പന പാലിക്കാൻ മനസ്സിലായില്ല. ഹനനിയ, അസറിയ, മിശായേൽ എന്നിവർ കുമ്പിട്ടില്ലെന്ന് കേട്ടപ്പോൾ നബൂഖദ്നേസർ വളരെ കോപിച്ചു. അവൻ അവരെ തൻ്റെ അടുക്കൽ വരുത്തുകയും അവർക്ക് കുമ്പിടാൻ മറ്റൊരവസരം നൽകുകയും ചെയ്തു. എന്നാൽ ആ ചെറുപ്പക്കാർ സഹായത്തിനായി യഹോവയിലേക്ക് നോക്കി. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ അവൻ ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ അങ്ങയുടെ സ്വർണ്ണ പ്രതിമയുടെ മുമ്പിൽ കുമ്പിടുകയില്ല എന്ന് അവർ നബൂഖദ്നേസറിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബൂഖദ്നേസറിന് ദേഷ്യം അടക്കാനായില്ല. അവൻ ഇങ്ങനെ കൽപ്പിച്ചു, ചൂള മുമ്പത്തേക്കാൾ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുക. പിന്നെ തൻ്റെ സൈന്യത്തിലെ ഏറ്റവും ശക്തന്മാരായ ചില ആളുകളോട് ഈ 3 പേരെയും പിടിച്ചു കെട്ടി ചൂളയിലേക്ക് എറിയാൻ കൽപ്പിച്ചു. തീച്ചൂളയിൽ എറിയപ്പെട്ട ആ 3 പേരും അവിടെ കിടന്നുകൊണ്ട് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. അഗ്നി അവരുടെ ശരീരത്തെ സ്പർശിച്ചില്ല. തീച്ചൂളയിൽ നോക്കിയ രാജാവ് അതിൽ 4 പേരെ കണ്ടു. ആശ്ചര്യപ്പെട്ട് അവരോട് പുറത്തു വരാൻ കൽപ്പിച്ചു. അവർ പുറത്തു വന്നപ്പോൾ അവർക്ക് യാതൊരു ദോഷവും പറ്റിയിട്ടില്ലെന്ന് എല്ലാവരും കണ്ടു. അപ്പോൾ രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി. തങ്ങളുടെ സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും കുമ്പിട്ട് ആരാധിക്കാത്തതുകൊണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം രാജാവ് ഏറ്റുപറഞ്ഞു. തുടർന്ന് അന്ന് ആ 3 പേർക്കും കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം നൽകുകയും ചെയ്തു. ദൈവത്തോട് എങ്ങനെ വിശ്വസ്തരായിരിക്കാം എന്ന് ഈ 3 പേർ നമുക്ക് കാണിച്ചു തരുന്നു. ഈ വിശുദ്ധാത്മാക്കളുടെ മാതൃക നമുക്ക് അനുകരിക്കാം. ആഴമായ ദൈവാശ്രയത്തിലും ദൈവമാതൃഭക്തിയിലും നമുക്ക് വളരാം. ഈ പുണ്യാത്മാക്കളുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ.